ഇന്ന് നാം ആത്മീയ സമൂഹത്തെ വിലയിരുത്തി നോക്കിയാൽ രണ്ട് തരത്തിലുള്ള ആളുകളെ കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, അപ്പൻ്റെ ഇഷ്ടമെല്ലാം ചെയ്യുന്നു, അപ്പൻ പറഞ്ഞതെല്ലാം കേൾക്കുന്നു, ഞങ്ങൾ ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത ആളുകളാണ് എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുകയും അപ്പോൾ തന്നെ അപ്പൻ പറയുന്ന ഒരു കാര്യങ്ങളും അനുസരിക്കാതെ ജീവിക്കുകയും ചെയ്യുന്നവർ. മറ്റുള്ളവരുടെ മുമ്പിൽ തങ്ങൾ ഭക്തരാണെന്ന് വരുത്തി തീർക്കുവാൻ എന്തൊക്കെയോ ചെയ്യുന്നവർ, അഭിനയിക്കുകയാണ് വാസ്തവത്തിൽ അങ്ങനെയുള്ള ആളുകൾ. ഈ കൂട്ടരെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. മത്തായി സുവിശേഷം 21 അധ്യായം 28 മുതൽ ഉള്ള വേദഭാഗങ്ങൾ. ഒരു മനുഷ്യന് 2 മക്കളുണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവൻ്റെ അടുക്കൽ ചെന്ന്, മകനെ, ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുതപിച്ച് അവൻ പോയി. പ്രഥമ ദൃഷ്ട്യ ഈ മകനെ അനുസരണം കെട്ട മകൻ എന്നായിരിക്കും നമ്മൾ വിളിക്കുന്നത്. അപ്പനൊരു കാര്യം ആവശ്യപ്പെടുന്നു, അപ്പൻ്റെ മുഖത്ത് നോക്കി എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്ന മകൻ തീർച്ചയായും നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ അനുസരണം കെട്ടവനാണ്. തനിക്ക് പറയാനുള്ളതെല്ലാം താൻ തുറന്നങ്ങ് പറയുകയാണ്. എന്നാൽ പിന്നത്തേതിൽ അവൻ അനുതപിക്കുന്നു. അപ്പൻ്റെ ആവശ്യം ചെയ്തു കൊടുപ്പാൻ തയ്യാറാകുന്നു. ഇത് വാസ്തവത്തിൽ നല്ല ഒരു സന്ദേശം തന്നെയാണ്. കർത്താവ് പറയുമ്പോൾ തന്നെ അനുസരിപ്പാൻ നാം ഒരുക്കപ്പെടേണ്ടതാണ്. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അങ്ങനെ ചെയ്യണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാനാവിലെ കല്യാണ വീട്ടിൽ അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അങ്ങനെ ചെയ്യുവീൻ എന്ന് പറഞ്ഞപ്പോഴാണ് യേശുവിൻ്റെ കൽപ്പന ആ വീട്ടിലെ ശുശ്രൂഷകർ അനുസരിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിച്ചില്ല എന്ന് പത്രോസ് പറഞ്ഞെങ്കിലും നിൻ്റെ വാക്കിന് വലയിറക്കാം എന്ന ആ തീരുമാനമാണ് പത്രോസിൻ്റെ വലയെ നിറച്ചത്. ദൈവത്തിൻ്റെ വചനം ഗുണമായാലും ദോഷമായാലും ഞങ്ങൾ കേട്ട് അനുസരിക്കും എന്ന് യിരെമ്യാ പ്രവാചകൻ്റെ അടുക്കൽ വന്ന ഇസ്രായേലിലെ ആളുകൾ പറയുന്നതും ഇത്തരുണത്തിൽ നമുക്ക് ഓർത്തിരിക്കാം. ആദ്യമൊക്കെ ദൈവവചനം, ദൈവകൽപ്പന അനുസരിപ്പാൻ വിമുഖത കാണിച്ചവർ പലരും പിന്നത്തേതിൽ അനുതപിച്ച് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചിട്ടുണ്ട്. തികച്ചും പ്രശംസനീയമായ ഒരു കാര്യം തന്നെയാണ് ദൈവത്തെ അനുസരിക്കുവാൻ കഴിയുക എന്നുള്ളത്. എന്നാൽ രണ്ടാമത്തെ മകൻ്റെ സ്വഭാവം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് 30-ാമത്തെ വാക്യത്തിൽ. രണ്ടാമത്തവൻ്റെ അടുക്കൽ അപ്പൻ ചെന്നു. മൂത്തവനോട് പറഞ്ഞ അതേ കാര്യം രണ്ടാമത്തവനോട് പറഞ്ഞു. അവൻ്റെ പ്രതികരണം ശ്രദ്ധിക്കണം. ഞാൻ പോകാം അപ്പ എന്ന് അവൻ ഉത്തരം പറഞ്ഞു, എങ്കിലും പോയില്ല. ഒന്നാമത്തെ മകൻ രണ്ടാമത്തെ മകനിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തനാണ്. രണ്ടാമത്തെ മകൻ പറയുന്നതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നവനാണ്. ഞാൻ പോകാം അപ്പ എന്ന് അവൻ പറഞ്ഞു, പക്ഷെ പോയില്ല. അവൻ്റെ വാക്കും പ്രവൃത്തിയും പരസ്പര വിരുദ്ധമാണ്, പൊരുത്തപ്പെടുന്നില്ല. സോപ്പിട്ടുള്ള സുഖിപ്പിച്ചുള്ള അവൻ്റെ വാക്കുകൾ, അതിന് യാതൊരു വിലയുമില്ല. അധരം കൊണ്ട് അവൻ അപ്പനെ ബഹുമാനിക്കുകയും അവൻ്റെ പ്രവൃത്തി കൊണ്ട് അപ്പനെ അവഹേളിക്കുകയും ചെയ്യുകയാണ്. അനുതാപത്തിൻ്റെ ഒരു ഹൃദയം അവൻ്റെ ഉള്ളിലില്ല. അവൻ്റെ ജീവിതം തന്നെ ഒരു നാട്യമാണ്. അനുസരണം നടിക്കുകയും അപ്പോൾ തന്നെ പിതാവിൻ്റെ കൽപ്പന അനുഷ്ഠിക്കാതിരിക്കുകയും ചെയ്യുന്ന ഇവനല്ലേ വാസ്തവത്തിൽ കപടഭക്തിക്കാരുടെ പ്രതിനിധി എന്ന് നാം ചിന്തിക്കണം. ഈ കൂട്ടർ ദൈവത്തോട് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല.
സത്യസന്ധതയില്ല. വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. ഇന്നും ക്രൈസ്തവ സമൂഹത്തിൽ ഇക്കൂട്ടരുടെ ഒരുപാട് പിൻഗാമികളുണ്ട്. അവർ ഒരിക്കലും തങ്ങളുടെ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിക്കാത്തവരാണ്, മാനസാന്തരപ്പെടാത്തവരാണ്. എന്നെങ്കിലും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം എന്ന് ചിന്തിക്കാത്തവരാണ്. നാം ഏത് കൂട്ടത്തിൽ പെടും എന്നുള്ളത് വിലയിരുത്തിക്കൊള്ളുക. കാപട്യങ്ങൾ ഒരിക്കലും നമുക്ക് ആവശ്യമില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരാത്മീകനായിട്ട് അഭിനയിക്കുകയും അനുസരണമുള്ള മകൻ എന്ന നിലയിൽ പെരുമാറുകയും ചെയ്തിട്ടും പ്രവൃത്തി കൊണ്ട് ദൈവത്തെ നിഷേധിക്കുന്ന ഒരു ജീവിതം നയിക്കുന്നെങ്കിൽ അപകടത്തിലേക്കാണ് നമ്മുടെ യാത്ര. ന്യായവിധിയിൽ നാം അകപ്പെടും മുമ്പ് മാനസാന്തരത്തിൻ്റെ, അനുതാപത്തിൻ്റെ ജീവിതം തിരഞ്ഞെടുക്കണം. ജീവിതത്തെ ക്രമീകരിപ്പാൻ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു കൊച്ചു ജീവിതം അത് ദൈവത്തെ അനുസരിച്ചുകൊണ്ട്, ഭയപ്പെട്ടുകൊണ്ട്, അനുതാപത്തോടെ ജീവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളുടെ നല്ല ദൈവമേ, അങ്ങയുടെ വചനങ്ങൾക്കായി സ്തോത്രം. താഴ്മയും ഹൃദയനുറുക്കവും അനുതാപവും വചനം കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ.